ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സദ്യയിലെ അവസാനത്തെ വിഭവമായ അടപ്രഥമന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതോടെ ഞങ്ങളുടെ ഓണം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും രുചിഗ്രഹം ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് അടപ്രഥമൻ വെച്ച് തുടങ്ങാം. അതിന് ഞാനിവിടെ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഇതുപോലെ ചീകി ഇട്ടിരിക്കുകയാണ്. ഈ ചീകി ഇട്ട് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ കട്ടായിട്ട് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടത്തില്ല. അതിനാണ് ഇങ്ങനെ ചീകി ഇട്ടിരിക്കുന്നത്. ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അലിയിച്ചെടുക്കാം. ശർക്കര നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ട്രെയിനറിലൂടെ അരിച്ച് മാറ്റി വെക്കണം. അടപ്രഥമൻ്റെ ഒരു മെയിൻ എലമെൻ്റാണ് തേങ്ങാപ്പാൽ എടുക്കുക എന്ന് പറയുന്നത്. ഇത് 2 വലിയ തേങ്ങയുടെ തേങ്ങാപ്പീരയാണ്. 3 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അതായത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. 1-ാം പാൽ എന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ്. 2-ാം പാൽ എന്ന് പറഞ്ഞാൽ 1-ാം പാല് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പീരയിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ്. അതുപോലെ തന്നെ 3-ാം പാൽ, 2-ാം പാല് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പീരയിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരച്ചെടുക്കുന്നതാണ് 3-ാം പാൽ. നമുക്ക് 1, 2, 3 പാലെടുത്തുകൊണ്ട് വരാം. ഇത് 1-ാം പാലാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്ത 1-ാം പാലാണിത്. ഇത് 2-ാം പാലാണ്. 1 ലിറ്റർ വെള്ളത്തിൽ അരച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇത് മാറ്റി വെക്കാം. ഇത് 3-ാം പാലാണ്. ഇതും 1 ലിറ്റർ വെള്ളത്തിൽ അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അട വേവിച്ചെടുക്കാം. അതിന് ഞാൻ ഇതുപോലെ ഒരു ചരുവം എടുത്തിട്ടുണ്ട്. ആ ചരുവത്തിൽ 1/2 ഭാഗം വരെ വെള്ളം ഒഴിക്കണം. അട മുങ്ങിക്കിടക്കണം. ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അട ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്ക് അട ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം അടയാണിത്. ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തീ നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഈ അട വേവാൻ എത്ര സമയം എടുത്തു എന്നുള്ളത് അവസാനം ഞാൻ പറഞ്ഞുതരാം. അട ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 10 മിനിറ്റ് സമയം എടുത്തു ഇത് വേവാനായിട്ട്. ഇതിനി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് റണ്ണിങ് വാട്ടറിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകണം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അട തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അട നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്കിനി അടപ്രഥമൻ വെച്ച് തുടങ്ങാം. ഞാൻ ഇതുപോലത്തെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളി ഒന്ന് ചൂടാവുമ്പോൾ ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായിക്കോട്ടെ. ഈ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ നെയ്യിനകത്തോട്ട് നമുക്ക് 75 ഗ്രാം കാഷ്യൂനട്ടാണ് ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കോരാം. കാഷ്യൂനട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് ചേർക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇതായിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. കാഷ്യൂനട്ടെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തന്നെ 50 ഗ്രാം ഉണക്കമുന്തിരിങ്ങയാണ്. ഇതും കൂടി ചേർത്തൊന്ന് വറുത്ത് കോരാം. ഇതും ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. കാഷ്യൂനട്ടും റേസിൻസും ഞാൻ ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ പാനിനകത്തോട്ട് ഒരു 80 ഗ്രാം നെയ്യാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായിക്കോട്ടെ. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന ഈ അട ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ കുറുകി വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാല് ചേർത്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി നല്ലപോലെ കുറുകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് 15 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. ഇടവിട്ട് ഇളക്കിയാലും മതി, അടി പിടിക്കാതെ സൂക്ഷിക്കണം.
ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി ഇതും നല്ലപോലെ കുറുകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൂടെ ഞാൻ നല്ലപോലെ ഇളക്കിയായിരുന്നു. അടപ്രഥമൻ നല്ല രുചിയിൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം എടുത്ത് തന്നെ ഉണ്ടാക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നാം പാൽ ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം. ഈ ഒന്നാം പാൽ ചേർക്കുമ്പോൾ കുറച്ച് മാറ്റി വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഒന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അനന്നാൽ മാത്രം മതി. ഞാൻ ആ ബാക്കി വന്ന തേങ്ങാപ്പാലിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്കുപൊടിയാണിത്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഇതിന് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ അടഞ്ഞു കിടക്കട്ടെ. എന്നാൽ മാത്രമേ ആ ഫ്ലേവറൊക്കെ നല്ലപോലെ ഈ പായസത്തിൽ പിടിക്കത്തുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ രുചിയൂറും അടപ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതോടെ ഞങ്ങളുടെ ഓണം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി രുചിഗ്രഹം ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ. അപ്പോൾ ശരി കേട്ടോ, ബൈ.